വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുലദേവത വാഴുന്ന, ധർമ്മദൈവം വാഴുന്ന ശ്രീ പുതച്ചിറക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. വളരെ ചെറുതായിരുന്നപ്പോൾ മുതൽ ദേവിയുടെ ചോറും നെയ്യുമെല്ലാം കഴിച്ചു വളർന്ന ഓർമ്മകളുമായി ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇന്ന് വന്ന് ദേവിയുടെ വീഡിയോ ജനങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ മുന്നിലേക്ക് ഭക്തിപുരസരം കാഴ്ചവെക്കുവാനായിട്ട് ദേവി ഒരവസരമുണ്ടാക്കി തന്നിരിക്കുകയാണ്. അതിന് ഒരുപാട് നന്ദി ദേവിയോട് പറയുന്നു. അത്യാവശ്യം വലിയ ഒരു ക്ഷേത്രമായി തന്നെ പുതച്ചിറക്കാവ് വളർന്നു കഴിഞ്ഞു. ഞങ്ങൾ ഈ മുറ്റത്താണ് ഓടിക്കളിച്ച് വളർന്നിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയ്ക്ക് അടുത്താണ്. അവിടെ തൊടുപുഴയിൽ നിന്നൊരു 8 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഭൂമിയും കാര്യങ്ങളും എല്ലാം ക്ഷേത്രത്തിന് വകകളായിട്ടുണ്ട്. പ്രധാനം ഉള്ളിൽ ചതുര ശ്രീകോവിലാണ്. പടിഞ്ഞാട്ട് ദർശനമായിരിക്കുന്ന ഭദ്രകാളിയാണ് ദേവി. അതേപോലെ തന്നെ ഉള്ളിൽ ഒരേ ഒരു ഉപദേവത മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗണപതി മാത്രമാണ് ഉപദേവതയായിട്ടുള്ളൂ. അതേപോലെ തന്നെ നാലുകെട്ടിന് ഉള്ളിൽ തന്നെ ബാക്കിയുള്ള ഉപദേവതമാരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിയുണ്ട്, അതേപോലെ ഗണ്ഡാകർണ സ്വാമിയുണ്ട്, നാഗദൈവങ്ങളുണ്ട്, യോഗീശ്വരനുണ്ട്, അങ്ങനെയുള്ള സർപ്പദൈവങ്ങളുണ്ട്. ഈ ദേവതകൾക്കെല്ലാം സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ചെറിയ ക്ഷേത്രങ്ങൾ ഉപദേവതകൾക്കായിട്ട് ഉണ്ട്. വളരെ നല്ല രീതിയിൽ ഭരണസമിതി കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധവുമില്ല. അതിൻ്റേതായ പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലതയും അതേപോലെ ഭക്തജനപ്രവാഹവും ഭരണകുശലതയുമെല്ലാം അഭിവൃദ്ധിയും എല്ലാം ഈ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ്. അഴിമതിരഹിത ഭരണങ്ങളെല്ലാം കാഴ്ചവെക്കുന്ന ഭരണസമിതി എന്നുള്ളതിൽ ഞങ്ങളെല്ലാവരും ഭരണസമിതിനെ വളരെ സന്തോഷപൂർവ്വം അവരെ അഭിനന്ദിക്കുന്നു. അത്യാവശ്യം ആളുകൾക്ക് പുറമേ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വലിയ ചിലവുകളൊന്നുമില്ലാതെ താമസിക്കാനുള്ള സൗകര്യമെല്ലാം ക്ഷേത്ര ഭരണസമിതി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന പുറത്തുള്ള അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമാണ്. പടിഞ്ഞാട്ടാണ് ദേവിയുടെ പ്രധാനപ്പെട്ട ശ്രീകോവിൽ തിരിഞ്ഞിരിക്കുന്ന ദേവിയുടെ ദർശനം പടിഞ്ഞാട്ടാണ് ഉള്ളത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് ചില സംഭവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. മുടിയേറ്റ് എന്നുള്ള ഒരു ഏറ്റവും പഴയ ഒരു ആചാരം നടക്കുന്ന ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രത്തിൻ്റെ മുടിയേറ്റിൽ ഒരുപാട് ഇപ്പോൾ മുടിയേറ്റെന്ന് പറയുന്ന കാര്യം നടക്കുന്ന ക്ഷേത്രങ്ങൾ അപൂർവമാണ്. എങ്കിൽ തന്നെ ഇവിടെ ഇത് എല്ലാ വർഷവും വളരെ ഭക്തി ആദരവോടുകൂടി നടത്തി വരുന്ന ഒരു ചടങ്ങാണ്. ദാരിക വധം ആണ് ഇവിടെ അരങ്ങേറുന്നത്. അതിൽ ഒരു പ്രധാനം ദാരികനും കാളിയുമാണ് 2 വേഷക്കാർ. ഈ വേഷത്തിൽ വരുന്നവർ പരമ്പരാഗതമായി അമ്മാവനും മരുമോനും ആയിരിക്കും ഈ വേഷമിട്ട് വരുന്നത്. ആ സമയത്ത് കാളി മുടിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാളിക്ക് ദേഷ്യം വരികയും 2 പേരും കൂടി യുദ്ധം ആരംഭിക്കുകയും ഈ യുദ്ധത്തിൽ ദാരികന് വകവരുത്തി കാളി വിജയശ്രീലാളിതയായി വരുന്നതുമാണ് കഥാവസാനം. അങ്ങനെ പല സമയങ്ങളിലും ഒറിജിനലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ക്ഷേത്രക്കുളത്തിൽ കാളിക്ക് വളരെ
ദേഷ്യം കൂടുകയും ദാരികനെ അവിടെ വെച്ച് വെട്ടാനായി ഓടിച്ച് ഈ ക്ഷേത്രക്കുളത്തിൽ വന്ന് ഓടി ദാരികൻ ചാടുകയും എന്നാൽ കാളിയും ഒപ്പം ചാടി ദാരികനെ വകവരുത്തുകയാണ് ഉണ്ടായത്. ഈ ക്ഷേത്രകുളത്തിന് അങ്ങനെ ഒരു കാര്യം കൂടി, ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഒരുപാട് ജനങ്ങൾ ഇറങ്ങി കൈയും കാലും കഴുകാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ ഇവിടെ ആരും ഇറങ്ങാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ശ്രദ്ധാപൂർവം വളരെ വൃത്തിയായിട്ട് ഇവിടുത്തെ ഭരണസമിതി ഈ കുളത്തിനെ വളരെ ഭക്തിയോടുകൂടി അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. 4 സൈഡൊക്കെ കെട്ടി മീനെയൊക്കെ വളർത്തി വളരെ കാര്യമായി സംരക്ഷിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് വളരെ ദുരൂഹത നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ഈ കുളവും ഇതിൻ്റെ ചുറ്റുപാടുമെല്ലാം. ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ധർമ്മദൈവം കുടികൊള്ളുന്ന ശ്രീ പുതുച്ചിറക്കാവ് ശ്രീഭദ്രകാളി ക്ഷേത്രം. അമ്മയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് സർവ്വവിധ ഐശ്വര്യങ്ങളും തരണമേ, സർവ്വവിധ ദോഷങ്ങളും മാറ്റിയിടണമേ എന്ന് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അമ്മേ ശരണം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ.